കുടുംബശ്രീയുടെ പുതിയ എപ്പിസോഡിൽ തനിക്കൊരു കുടുംബമുണ്ടെന്നും അത് പോറ്റാൻ വേണ്ടിയാണ് താൻ ജോലിക്ക് പോകുന്നതെന്നും അമ്മയോട് തറപ്പിച്ചു പറയുകയാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ ആ ഉറച്ച തീരുമാനത്തിൽ ദേഷ്യപ്പെട്ട് മുഹമ്മദ് ഹാജിയെ ഫോൺ ചെയ്യുകയാണ് സത്യഭാമ. വിഷ്ണു അവിടെ വന്നിരുന്നോ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ഹാജി പറയുകയാണ്, വിഷ്ണു മോൻ ഇവിടെ വന്നിരുന്നു, ഒരു ജോലി അന്വേഷിച്ചെന്ന്. സത്യഭാമയുടെ മകൻ വിഷ്ണു ഹാജിയാരുടെ തടിമില്ലിൽ ജോലിക്ക് വരികയാണെങ്കിൽ കമ്പനികളും സ്ഥാപനങ്ങളും അടക്കം എല്ലാം ഞാൻ പൂട്ടിച്ചു കളയുമെന്ന് ഹാജിയാരെ ഭീഷണിപ്പെടുത്തുകയാണ് സത്യഭാമ. വിഷ്ണുവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് സത്യഭാമ ഹാജിയാരെ ഫോൺ ചെയ്യുന്നത്. സത്യഭാമ പറയുന്നത് കേട്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് വിഷ്ണുവും പ്രീതിയും ശാലിനിയും രാഘവൻ നായരുമൊക്കെ. തുടർന്ന് ദേഷ്യത്തോടു കൂടി ഭാമ വിഷ്ണുവിനോട് പറയുകയാണ്, നിന്റെ നെഞ്ചിൽ പച്ച കുത്തിയിരിക്കുന്ന ആ രണ്ടക്ഷരമില്ലേ അമ്മയെന്ന്, അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കണം, ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. തുടർന്ന് തനിക്ക് ആരുമില്ല, തന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന ദേഷ്യത്തോടു കൂടി ചുവരിൽ കൈകൊണ്ട് ആഞ്ഞിടിക്കുകയാണ് വിഷ്ണു. അത് തടയാൻ രാഘവൻ നായരും പ്രീതിയും ശാലിനിയുമൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാവരെയും ആട്ടി ഓടിക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിനെ മനസ്സിലാക്കാൻ ആരുമില്ല, തനിക്ക് ആരുമില്ല, അച്ഛനും അമ്മയും ഭാര്യയും ഒന്നുമില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെടുകയാണ് വിഷ്ണു. തുടർന്ന് പ്രൊമോയിൽ കാണിക്കുന്നത് ആകെ സങ്കടപ്പെട്ട് സോഫയിൽ കിടന്നുറങ്ങുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാലിനി. തുടർന്ന് ഉറങ്ങുന്ന വിഷ്ണുവിൻ്റെ കയ്യിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് ശാലിനി. അതിനുശേഷം വിഷ്ണുവിൻ്റെ അരികിൽ സങ്കടത്തോടെ ഇരിക്കുന്നു ശാലിനി. ഇത്രയുമാണ് കമ്മിങ് സൂൺ പ്രൊമോയിൽ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്